ഹലോ മുരളി സർ, മെഡിറ്റേഷനിലേക്ക് VMCയിലെ മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം മാഷിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാലിന് പറയല്, കൈക്ക് പറയല്, അതായത് ശരിക്കും എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിൽക്കുന്ന സമയത്ത് പിറകിലോട്ട് അലക്കുന്നൊരവസ്ഥ, അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഗോവിന്ദജിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ കേൾക്കുന്നത്. എന്റെ വീട്ടിൽ വന്നായിരുന്നു, നോട്ടീസായിട്ട് വന്നു. നോട്ടീസായിട്ട് വന്ന സമയത്ത് എനിക്ക് അത്ര വലിയൊരു പ്രതിപത്തിയൊന്നും തോന്നിയില്ല, സത്യം തുറന്നു പറയാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, വന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് VMC മലയാളം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ VMC മെഡിറ്റേഷന്റെ യൂട്യൂബ് ചാനലിൽ കുറെ കണ്ടു, കേട്ടു. പക്ഷെ അന്നൊന്നും നമ്മളിത് മനസ്സിലാക്കാനോ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റിയില്ല. പിന്നീട് താനൂര് ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്നും നിർഭാഗ്യവശാൽ അന്നും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് നമ്മൾ കോട്ടക്കില് ഇന്ത്യന്നൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഏത് വിധേനയും എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം മൂലം അവിടെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് എന്ന് വെച്ചാൽ അവിടെ കടമ്പഴ മൂന്തൻ മാഷ് എന്ന് പറയും, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 2-3 പേര് അവിടെ എത്തിപ്പെടുകയുണ്ടായി. അപ്പൊ അവിടെ നിന്ന് ധ്യാനത്തെ കണ്ടു, കേട്ടു, ഉൾക്കൊണ്ടു. പക്ഷെ സസ്യാഹാരത്തിനോടാണ് കൂടുതൽ പ്രിയം ഉണ്ടായിരുന്നത്. പക്ഷെ ചില സന്ദർഭവശാല് നമ്മൾ നോണ് കഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു. കാരണം അത് കുട്ടികളുടെ താല്പര്യത്തിന് ഒക്കെ ആയിട്ടാണ് അങ്ങനെ കഴിക്കേണ്ടി വന്നത്. പിന്നീട് മോന്റെ വിവാഹശേഷം പിന്നീട് ഞാൻ ആ നോണ് നിർത്തുകയും ധ്യാനം കോട്ടക്കിൽ നിന്ന് കേട്ടു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ജീവിതത്തിൽ അനുവർത്തിക്കാനുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെ ആ ധ്യാനം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. രാവിലെ ഏകദേശം 2:45 എണീക്കും, 3:30 കൂടെ ധ്യാനത്തിലിരിക്കും. അത് ചിലപ്പോൾ ലൈവിൽ കിട്ടും, ലൈവിൽ കിട്ടാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റു വീഡിയോസ് കണ്ടിട്ട് ഇരിക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ രാത്രിയിൽ 3 മണിക്കൂർ ചെയ്യണം ചില സന്ദർഭങ്ങളിൽ സാധിക്കാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ പറ്റാറുമില്ല. പക്ഷെ എങ്കിലും ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചെയ്യാനായിട്ട് നിത്യം ചെയ്യാൻ പറ്റാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പൊ അതിലൂടെ നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷം. കുടുംബത്തില് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ധ്യാനത്തിൽ വന്നുകൊണ്ട് മാറി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതെ. കാരണം ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ ഘടകം. അതായത് മകന്റെ വിവാഹം കഴിഞ്ഞു, അത് എന്തായി തീരും എന്നുള്ളൊരു ആകുലത നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ പോകേണ്ട ഘട്ടം വന്നു. അത് നമ്മളുടേതായ കാരണം കൊണ്ടല്ല, അവരാരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു, പലതും പറഞ്ഞു അതിന്റെ പേരിൽ. അപ്പൊ എന്തായിരുന്നാലും എനിക്ക് ഇതുകൊണ്ട് ധ്യാനത്തിൽ വന്നതിന് ശേഷം എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം, ഇനിയൊരു മാറ്റം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വൈഫിന്റെ ഭാഗത്തു നിന്ന്. അവരും പൂർണ്ണമായിട്ട് നോൺ ഒഴിവാക്കിയിട്ട് ജീവിതത്തിലേക്ക് വരാനായിട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞാല് അത് സമയമായിട്ടുണ്ടാവില്ല വരും എന്ന് വിചാരിക്കാം. കുട്ടികളിലെ അപ്പൊ എന്നോട് ആദ്യം കുട്ടികളൊക്കെ എതിർത്ത് പറയുമായിരുന്നു. കാരണം ധ്യാനം അച്ഛൻ എന്ത് കണ്ടിട്ട് അങ്ങനെ ഇരിക്കണം, വയ്യാണ്ടാവില്ലേ, മരുന്ന് കഴിക്കണം, ധ്യാനം മാത്രമായിട്ട് നടന്നാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. പിന്നീട് ഒരിക്കൽ അവൻ ലീവിൽ വന്ന സമയത്ത് അമ്മോട് പറയുന്നതാണ്, അച്ഛൻ ഇത്രയും മാറ്റം വന്നുവല്ലേ എന്ന്. അവനൊരു ഉൾക്കൊള്ളാനുള്ളൊരു വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജോലിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് മറ്റുള്ളതിനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ എന്നല്ലെങ്കിൽ നാളെ എല്ലാവരിലും ആ ഒരു തിരിച്ചറിവ് വരും. അപ്പൊ മാഷിക്ക് എന്താ പറയാനുള്ളത് ഓരോരുത്തരോടും? എല്ലാവരോടും നമ്മൾ നിറഞ്ഞ മനസ്സോടെ ധ്യാനം ചെയ്യുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് ചെയ്യുക. കാരണം ഒരു സങ്കടകരമായ രീതിയിലായിരിക്കരുത് നമ്മൾ ധ്യാനത്തിനിരിക്കുന്നത്. കാരണം ധ്യാനം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു മഹോന്നതിയാണ്. ആ ഉന്നതിയിൽ ശ്രേഷ്ഠത നമ്മൾ കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അത് മനസ്സും ആയിട്ട് ആധ്യാത്മ്യം പ്രാപിക്കണം. മറ്റുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കരുതും അത് ബുദ്ധിമുട്ടല്ലേ, 3 മണിക്കൂർ ഇരിക്കണ്ടേ, വേദനകൾ വരില്ലേ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും, ഞരമ്പ് കൊളുത്തി വലിക്കുന്ന പോലെ മറ്റുള്ള രീതിയിലോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ശരി, നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പൊ ധ്യാനം എല്ലാവരും ചെയ്യട്ടെ. എല്ലാവരും ചെയ്യണം. Yes. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ മാത്രം അതെ. വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു.